തലേന്ന് തന്നെ ഫിഷിംഗ് ഗിയറെല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ട് സൺറൈസോട് കൂടി ഫിഷ് സ്പോട്ടിൽ എത്താൻ പറ്റി. എൻവൻ മിൽക്കാണ്ട പറയുന്നത് ശരി വെച്ച് രാത്രി ഫുൾ പൊളി മഴയായിരുന്നു. ടാർസ മുക്കിൽ വെള്ളം മുങ്ങി കാരണം ഞങ്ങൾക്ക് പഴയ സ്പോട്ടിൽ തന്നെ പോകേണ്ടി വന്നു. ആകെ മൊത്തം ടാസ്ക്കായി. കലക്ക വെള്ളത്തിൽ മീൻ കിട്ടാൻ വേണ്ടി ഞാൻ അറഞ്ചും പുറഞ്ചും കാസ്റ്റ് ചെയ്യുന്നു റീൽ ചെയ്യുന്നു. എവിടെ ഒരു രക്ഷയില്ല. മീൻ പോയിട്ട് ഒരു വാൽമാക്രിയെ പോലും കിട്ടാനില്ല. ആകെ മൊത്തം ഒരു ശോകാവസ്ഥ. എന്തിനു പറയണം, തൊട്ടപ്പുറത്ത് ആശാന്മാരും പെട്ടുപണിഞ്ഞിരിക്കുമായിരുന്നു. ലൈൻ നോക്കി നിക്കിച്ചൻ്റെ മത്സ്യപേടം കിളി പോയി. സീൻ കോൺട്ര എസിമോളും എല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുമായിരുന്നു. കുഞ്ഞിപ്പൻ്റെ ഡാഡ ഷെറംബ്രോ പുള്ളിയുടെ കുറച്ച് അങ്കമാലി സ്കില്ലൊക്കെ കാണിച്ച് ഞങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ വന്നു. അങ്ങനെ ഫൈനലി ആണ്ട് പിടയ്ക്കണ ഒരു രഹസ്യം മീൻ. സംഭവം സക്കർ ഫിഷ് ആണെങ്കിലും ഫസ്റ്റ് ക്യാച്ച് ഇസ് ദ ബെസ്റ്റ് ക്യാച്ച്. അങ്ങനെയല്ലേ? പിന്നെയല്ല, എസിമോളും ഹാപ്പിയായി. ഇടവേളയ്ക്ക് ശേഷം എന്താണ്ട് സ്പ്രിംഗ് ബ്രൂക്കിൽ പവർ പഫ് ഗേൾസിൻ്റെ അതിവിദഗ്ധമായ ടാക്ടിക്സാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അനുവിന് കുറച്ച് കാസ്റ്റിംഗ് ട്യൂട്ടോറിയൽ ഷെഫിൻ ബോയും ഞാനും പറഞ്ഞു കൊടുത്തായിരുന്നു. ഫൈനലി അനു ഒരു റൊമാൻറ്റിക് കാസ്റ്റിംഗ് ചെയ്തു. അത് കണ്ട് ഫ്ലാറ്റായ ഷെഫിൻ ബ്രോ ഉടനെ തന്നെ അനുവിനെ പ്രപ്പോസ് ചെയ്തു. എന്തോ ഫിഷിംഗ് തലയ്ക്ക് പിടിച്ച് എല്ലാവരും മുട്ട സീരിയസ് ആയി. വെറുതെ ഒന്ന് പോസ്റ്റായപ്പോൾ പുഴയ്ക്കപ്പുറത്തെ കാഴ്ചകളാണ് ഞാൻ പോയി. അപ്പോഴാണ് ഒരു ലോഡ് കാട്ടുപശുക്കൾ അതുവഴി വന്നത്. ഇവറ്റയൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗി. അങ്ങനെ മഴ എടുത്തു തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ സ്കൂട്ടായി തുടങ്ങി. തിരിച്ച് മേലോട്ട് നടന്നു പോയപ്പോഴാണ് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി ഞങ്ങൾ കണ്ടത്. സംഭവം ഡാർക്ക് സീനാണെന്ന് തോന്നി. പുള്ളി ഫിഷിംഗ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫീസറാണ്. പുള്ളി പക്ഷേ കൂളായിരുന്നു. ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് പുള്ളി വിട്ടു. ഇന്നിപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ശരി.